Hello everyone, welcome to another vlog. Today is day 2 of 50 days of social media detox. Instead of scrolling, this is my second task, that is do a glass painting. And ഞാൻ പണ്ട് പഠിച്ചിരുന്ന സമയത്ത്, അതായത് ഒരു 10th 9th ഒക്കെ സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മൈ ഫേവറേറ്റ് ഹോബി ആയിരുന്നു. പക്ഷേ ഇപ്പം എനിക്കറിയില്ല എങ്ങനെ ഇത് വരികയെന്നുള്ളത്. എനിക്ക് ഇത് ചെയ്യാൻ മാത്രം ഇനഫ് പേഷ്യൻസ് ഉണ്ടോ എന്നുള്ള കാര്യവും എനിക്ക് ഡൗട്ടാണ്. യു ഡിസൈഡ് വെദർ ദിസ് ഇസ് എ എപ്പിക് ഫെയിൽ ഓർ എൻ എപ്പിക് വിൻ. അതിനുവേണ്ടി ഞാനൊരു പുതിയ സെറ്റ് ഓഫ് അക്രിലിക് ഗ്ലാസ് പെയിൻറ്റിങ് കളറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തതാണ്. ഔട്ട്ലൈൻ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് പണ്ടത്തെ അത്ര ക്ഷമയില്ല എന്നുള്ളത്. കാരണം അത് ഞാൻ വിചാരിച്ച പോലെ ഒന്നും വരുന്നുണ്ടായില്ല. പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ അത് വിചാരിച്ച പോലെ വന്നിട്ടില്ലെങ്കിൽ അത് വരുന്ന ഭാഗം പിന്നെ ക്ലീൻ ചെയ്ത് റീഡ്രോ ചെയ്ത് ഒക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എങ്ങനെയാണോ വരുന്നത് അങ്ങനെ വരയ്ക്കുക എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ക്ഷമയുള്ളൂ തോന്നുന്നു. ഇനി എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇത് ഒരെണ്ണം ഡ്രൈ ആവാൻ വെച്ച സമയത്ത് എനിക്ക് അത്രയും ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ ഒരെണ്ണം എടുത്തിട്ട് ഔട്ട്ലൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ആ ബ്ലാക്ക് കളർ ഇങ്ക് ഔട്ട്ലൈൻ വരയ്ക്കാൻ അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് ഗോൾഡൻ കളറിൻ്റെ ഗ്ലിറ്റർ ഈ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച അത് വെച്ചാണ് ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. പക്ഷെ വരച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഫുൾ ഔട്ട്കം വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ബ്ലാക്ക് തന്നെയായിരുന്നു നന്നായിരുന്നെന്ന്. പിന്നെ ഒരു 10 വർഷമൊക്കെ ആയി ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു പറ്റിയിരിക്കുകയായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി പതിയെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇതെങ്ങനെ ബോർഡർ വരയ്ക്കുക, പിന്നെ അത് ഉണങ്ങാൻ വെച്ചിട്ട് അതിന് ശേഷം അതിനകത്ത് കളർ സ്പില്ല് ചെയ്യുക, എന്നിട്ട് ആ ഗ്ലാസ്സിനിടയിൽ കൂടെ ഈ കളർ കാണുമ്പോഴുള്ളൊരു ഭംഗിയുണ്ടല്ലോ, അത് ഞാൻ വളരെ ആസ്വദിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇത് ചെയ്തത് വെറുതെ ആയിരുന്നില്ല കേട്ടോ. ഐ ലേൺഡ് സം ലെസൺസ് ഔട്ട് ഓഫ് ദിസ്. ഒന്നാമത്തത്, ഞാൻ കുറച്ചും കൂടെ പേഷ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഭയങ്കരമായിട്ട് സ്പീഡായിക്കൊണ്ടിരിക്കുന്ന ഒരു വേൾഡാണുള്ളത്. അപ്പം ഒരു വീഡിയോ കാണുമ്പം അത് മുഴുവൻ കാണാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിലും എനിക്ക് ക്ഷമയില്ലാത്തത്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പേഷ്യൻസ് എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തത്, മൈ കോൺസെൻട്രേഷൻ ലെവൽ ഹാസ് ബീൻ ചേഞ്ച്ഡ് ആൻഡ് ഐ നീഡ് ടു വർക്ക് ഓൺ ദാറ്റ്. പണ്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് എത്ര സമയം വേണമെങ്കിലും ഒരു കാര്യം ചെയ്യുമായിരുന്നു. പിന്നെ അതേപോലെ ഞാൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റുമായിരുന്നു. പക്ഷേ ആ പെർഫെക്ഷനിസം ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നല്ലതിനാണോ ചീത്തയാണോ എനിക്കറിയില്ല. പക്ഷേ ഇതെങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നതെന്ന് നോക്കാം. പിന്നെ എനിക്ക് വന്ന വലിയൊരു റിയലൈസേഷനാണ്, ഈ ഒരു ഹോബി ഇനി ഞാൻ എൻജോയ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇത് ഞാൻ ലൈഫിൽ പണ്ടൊരുപാട് എൻജോയ് ചെയ്തിരുന്ന ഹോബിയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഹോബി മാറിയിരിക്കുന്നു. പിന്നെ ഗ്ലാസ് പെയിൻറ്റിങ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ ബേസിക് എന്താണെന്ന് ഇതിനകത്തുനിന്ന് കിട്ടുമായിരിക്കും. നമുക്ക് ആദ്യം ഒരു പിക്ചർ വേണം, പിന്നെ അതിൻ്റെ മുകളിൽ ഗ്ലാസ്സോ OHP ഷീറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ആദ്യം ഔട്ട്ലൈൻ വരയ്ക്കണം. എന്നിട്ട് അത് ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് പെയിൻറ്റ് ചെയ്യേണ്ടത്.
സോ എവരി വൺ, താങ്ക് യു ഫോർ വാച്ചിങ്. ഞാനിനി നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ കാര്യം ട്രൈ ചെയ്തുകൊണ്ട് വരാം. ഇനി ഏതൊക്കെ ഹോബികളാണ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെയാണ് എനിക്ക് തീരെ ഒഴിവാക്കേണ്ടത് എന്നൊക്കെ നോക്കാം. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് വൺ തിങ്. അതായത് ഞാൻ ഈ ഒരു കാര്യം ചെയ്തു. ഇൻസ്റ്റെഡ് ഓഫ് ഡൂം സ്ക്രോളിങ് ആൻഡ് ഐ ഡിഡ് സംതിങ് ഔട്ട് ഓഫ് ദി ഇമാജിനറി എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്, അതായത് ഒരു വിർച്വൽ വേൾഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഐ ഡിഡ് സംതിങ് ഫോർ മൈ സെൽഫ്. ആൻഡ് എൻ്റെ ആ 50 days ചാലഞ്ചിലെ രണ്ടാമത്തെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, താങ്ക് യു എവരി വൺ.